നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ പൊട്ടര ലോട്ടറി അടിച്ച മട്ടിലായി പോയി അഭി. കാരണം അഭി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. നവ്യയുടെ ഇപ്പോഴത്തെ ഈ മാറ്റം എന്ന് പറഞ്ഞാൽ അഭി വിചാരിച്ചുകൊണ്ടിരുന്നേ നവ്യ പുറത്തുപോയി വരുമ്പോൾ തന്നെ ഉറപ്പായിട്ട് ശരിയാക്കും, തന്നെ കൊല്ലൂന്നൊക്കെ വിചാരിച്ചിരുന്ന. പക്ഷെ ജീവൻ തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അഭിക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നി. ഇവൾക്ക് എന്ത് മാറ്റം സംഭവിച്ചെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഇവള് തന്നെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ, അതോ ഇനിയിപ്പോ ആരെങ്കിലും ഇവളോട് പറഞ്ഞോ താൻ കുറ്റക്കാരനല്ലെന്ന്. എന്താണെങ്കിലും താൻ നിരപരാധിയാന്ന് വിചാരിച്ചോണ്ടാ ഇവളിരിക്കുന്നത്. ഇങ്ങനെ തന്നെ പോട്ടെ, ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. പകുതി സമാധാനമായി. ഇനി ഈ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആർക്കും ഇവിടെയിട്ട് ചവിട്ടി തേക്കാൻ പറ്റില്ല. ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഇവള് വിശ്വസിക്കാനും പോകുന്നില്ല. പിന്നീട് നവ്യ അഭിയോട് പറഞ്ഞു, അഭി നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ 2-3 ദിവസമായിട്ട് നല്ല ടെൻഷനിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ മൈൻഡ് ചെയ്യാതിരുന്നേ. എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ മനസ്സിന്റെ വേദന കാരണമായിരുന്നു പറഞ്ഞു. അറിയാലോ, ചന്തുമോള് നിന്റെ കുഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഇപ്പോഴാണെങ്കിൽ നീ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ. സാരമില്ല പോട്ടെ അഭി, എൻ്റെ വീട്ടുകാർ തന്നെ എന്നോട് ഈ ചതി ചെയ്തേ. എന്നെ നിന്നെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യങ്ങളാ. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചല്ല. ആ സമയത്ത് അഭി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്റെ വീട്ടുകാര് ഉറപ്പായിട്ടും നമ്മളെ തെറ്റിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ. എന്നിട്ട് നീ വിശ്വസിച്ചോന്ന് ചോദിച്ചു. ആ സമയത്ത് നവ്യ അഭിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെന്റെ കുഴപ്പമാ, ഞാൻ നിന്നെ വിശ്വസിക്കണമായിരുന്നു. അഭി പറഞ്ഞു, ഞാൻ നിന്നെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ കൊള്ളരാത്തവനായിരുന്നു നേരത്തെ, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നിനക്കറിയാലോ, കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ നിന്നെ അത്ര കരുതലോടെ സ്നേഹിക്കുന്ന വേറൊരു പെണ്ണിനെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് തള്ളി മറിക്കുവാണ്. അതിനകത്ത് നവ്യ വീണു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അഭി ജലജയുടെ അടുത്തേക്ക് വന്നു. ജലജയുടെ അടുത്തുനിന്ന് സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുവാണ്. അത് കണ്ടിട്ടിപ്പോ ജലജ ചോദിച്ചു, നിനക്കെന്താടെ ഭ്രാന്തായോന്ന് ചോദിച്ചു. ആ സമയത്ത് അഭി പറഞ്ഞു, അമ്മേ ഭ്രാന്തല്ല, ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷമാന്ന് പറഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷമാ. ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ലമ്മേ. അവൾ ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അതെന്താടാ അങ്ങനെ? അമ്മേ, നവ്യ വന്നിട്ട് എന്നോട് ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു പറഞ്ഞു. സ്നേഹപ്രകടനോ? അതെ, അവളുടെ വീട്ടുകാരെല്ലാരും കൂടെ ചേർന്നിട്ട് ചതിച്ചാന്ന് എന്നെ അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അവളെന്നോട് കുറെ ക്ഷമയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. സത്യമാണോടാ? ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലായിരുന്നല്ലോ ഇവിടുന്ന് പോയത്. ഒരു പക്ഷെ അവൾ ഇനി ആരോടെങ്കിലും ചോദിച്ചോ എന്തോ. എടാ, DNA ഒക്കെ ടെസ്റ്റ് ഒക്കെ നടത്താൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യം പുറത്തു വരില്ലായിരുന്നു എന്ന് ചോദിച്ചു. അതെ, അതിനൊന്നും കൊടുത്ത് കാണത്തില്ല ചിലപ്പം. അതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവളോട് ആരെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും, നീ അല്ല കുറ്റക്കാരൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അബിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും കാര്യങ്ങളായിരുന്നു. അബി ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ചലച്ച് പറഞ്ഞു, ഇനിയിപ്പം നീ പേടിക്കണ്ട. ഈ പറയുന്ന നിന്റെ അമ്മായി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും നിന്നെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അവളോട് കുറ്റങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അബി പറഞ്ഞു, അതേമേ, ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയേ ഞാൻ കാത്തിരുന്നേ. ഇത്രയും കാലം അവരുടെ അടിമപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലേ, ഇനി എനിക്ക് ആ പേടി വേണ്ടെന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു, എന്നാലും നീ സൂക്ഷിക്കണം. അറിയാലോ, ഈ പറയുന്ന നിന്റെ അമ്മായിയൊക്കെ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. എങ്ങനെ നമ്മുടെ നാശം കാണാൻ അവരിയ്ക്കണേന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അബിയെ ഡേവിഡ് വിളിക്കുന്നുണ്ട്. ഡേവിഡ് വിളിച്ചിട്ട് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അബി ഓർത്തു, ഇനി എന്തിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കും? ജോലിയുടെ കാര്യത്തെക്കുറിച്ചാണോ എങ്ങനെ എന്താന്നും അറിയത്തില്ലോ. അങ്ങനെ ഒടുവില് അബി ചെല്ലുവാണ്. അബി ചെന്നിട്ട് ഡേവിഡിനോട് ചോദിച്ചു, എന്താ സാറേ, എന്താ കാര്യം എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഡേവിഡ് ആ കാര്യം പറയണേ. അല്ല, അബിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോ അല്ലേന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? അതെ, കാര്യങ്ങളൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞു. അല്ല സാറിന് എന്ത് കാര്യങ്ങളാ? ചന്തുമോള് അബിയുടെ കുഞ്ഞാന്ന്. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അബിയൊന്ന് ഞെട്ടിപ്പോയി. അല്ല സാറേ, അത് പിന്നെ നവ്യ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു DNA ടെസ്റ്റ് നടത്താനായിട്ട്. അതിന്റെ കാര്യം പറഞ്ഞോണ്ടാ വന്നേ. പക്ഷേങ്കിൽ സാമ്പിള് കൊണ്ട് തരാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ സാമ്പിള് കൊണ്ട് തന്നിട്ട് ഞാൻ നവ്യയോട് പറഞ്ഞു അത് അബിയുടെ കുഞ്ഞല്ലെന്ന്. അതുകൊണ്ട് മാത്രം അബി ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. അല്ലായിരുന്നെങ്കിലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പം അബി പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഡേവിന്റെ കൈ പോയി പിടിച്ചിട്ട് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സാറേ, ഇത്ര ഒന്നും ഞാൻ പ്രതീക്ഷയല്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഡേവിഡ് പറഞ്ഞു, അതെ, അബി നല്ലവനാന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അബിക്കൊരു തെറ്റുപറ്റിപ്പോയി. പക്ഷെ അതിന്റെ പേരിൽ അബിയുടെ ജീവിതം തീരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്താന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഞങ്ങൾക്കുള്ള സത്യം പറയായിരുന്നു, എനിക്കുള്ള സത്യം പറയായിരുന്നു, ഞാനത് ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അബിക്ക് കാര്യങ്ങൾ മനസ്സിലായി. എങ്ങനെയാണ് നവ്യ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, താൻ തെറ്റുകാരനല്ലെന്ന്.
ഒരു പക്ഷേ യഥാർത്ഥത്തിലുള്ള DNA ബലം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ തന്റെ ജീവൻ തീർന്നേരം. ഭാഗ്യം കൊണ്ടത് ഉണ്ടായില്ല. ഈ സമയത്ത് ഡേവിഡ് അബിയോട് പറഞ്ഞു, അബി 1-ാം തീയതി തൊട്ടും വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും അബി ചോദിച്ചു, അല്ല സാറേ, സാർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, അബിനെ ഇവിടുത്തെ മാനേജറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ അബിക്ക് പിന്നീട് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു. കൂടുതലായിട്ടൊന്നും ഡേവിഡ് പറയാനായിട്ടൊന്നും പോയില്ല. എന്നാലും അബിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. തന്റെ ആരുമല്ല. പിന്നെ ഒരു പക്ഷേങ്കില് ഇവർക്ക് മൂർത്തി ജ്വല്ലറി ശത്രുത ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ തന്നെ ഇവിടുത്തെ മാനേജറാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താൻ എന്നും ഇവരോട് കടപ്പെട്ടായിരിക്കും. പിന്നീട് അബിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്തരം സഹായങ്ങളൊക്കെ അബിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അബി ഞങ്ങളോടൊപ്പം നിൽക്കണം, ഞങ്ങൾ പറയുന്നൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞു. അബി പറഞ്ഞു, ആ കാര്യമൊന്നും ഓർത്ത് സാറ് പേടിക്കണ്ട. ഞാനിവിടെ മാനേജറായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ എന്നും AN ജ്വല്ലറിയുടെ കടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. അത് മതി, അത് മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ അബി സന്തോഷത്തോടുകൂടിയിട്ടാണ് പോരുന്നത്. ഈ സമയത്ത് ദേവേനി ജലജയുടെ അടുത്തേക്ക് വന്നു. ജലജയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, നീ അധികം സന്തോഷിക്കൊന്നും വേണ്ടി. നിന്റെ മകന് ഇപ്പൊ രക്ഷപ്പെട്ടു. പക്ഷെ അധിക നാളൊന്നും അവനിങ്ങനെ രക്ഷപ്പെട്ട് നടക്കാൻ പറ്റില്ല. കാരണം അവൻ ചെയ്ത കൊടും ക്രൂരത എന്നെങ്കിലും ഒരു ദിവസം പുറത്തു വരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ജലജ പറഞ്ഞു, അതിന് ഏട്ടത്തി ഞാനൊന്നും പറഞ്ഞില്ല. വേണ്ട, നിന്റെ മനസ്സിലെ സന്തോഷം ഇപ്പൊ അറിയാൻ പറ്റുന്നുണ്ട്. തൽക്കാലത്തേക്ക് നബി അത് വിശ്വസിച്ച് കാണുമായിരിക്കും. ചിലപ്പോൾ അവൾക്ക് തോന്നി കാണുമായിരിക്കും അബി അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല. പക്ഷെ നീ സമാധാനിച്ചോ. നബി ഒന്നും ചെയ്യാതിരുന്നത് നിന്റെയൊക്കെ ഭാഗ്യമെന്ന് കരുതിയിരുന്നു. പക്ഷെ അതേ കാലമൊന്നും ഇത് മൂടി വെക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം സത്യങ്ങളൊക്കെ പുറത്തു വരും. അന്ന് നിന്നെ ഒന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ആ സമയം ജലജ പറഞ്ഞു, ഏട്ടത്തി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. നവ്യ ഇനിയിപ്പോൾ ഒന്നും വിശ്വസിക്കാനും പോകുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവള് വിചാരിക്കും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നാന്ന്. അതേടി, അതറിയാം. അതുകൊണ്ടൊക്കെ നിന്നോട് പറഞ്ഞ അടങ്ങി ഇരുന്നാൽ കൊള്ളാന്ന്. അവൾ എന്ത് കണ്ടിട്ടാണ് ഇപ്പം അബിയെ വിശ്വസിച്ചിരിക്കുന്നത് അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഇനിയും നീയൊക്കെ കിടന്ന് കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ DNA ടെസ്റ്റിന്റെ ബലം കൊണ്ട് കാണിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ദേഷ്യപ്പെട്ട് ഇറങ്ങോട്ട് പോവാണ്. ആ സമയത്ത് അവന്തിക നാഗേന്ദ്രനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി അച്ഛാ. ആ നവ്യ എന്ന് പറയുന്നവള് അബി എണ്ണമായിട്ട് സെറ്റായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നാഗേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയായിരുന്നു മോളെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇപ്പൊ നവ്യ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അവളെ എത്രയും പെട്ടെന്ന് തന്നെ കമ്പനിയിൽ നിന്ന് തൂത്തെറിയണം. പക്ഷെ അതിനു മുമ്പ് ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുശേഷം അവൾ സത്യങ്ങൾ അറിഞ്ഞാലും കുഴപ്പമില്ല. അബിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവൾ ഒഴിവായി പോകാൻ പോവല്ലേ, അത് പ്രശ്നമില്ല. പക്ഷെ അതുവരെ അബിയെ രക്ഷിക്കേണ്ട എന്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ അവന്തി പറഞ്ഞു, അത് നല്ലൊരു കാര്യം തന്നെ അച്ഛാ. പക്ഷെ അവളെ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എത്രയെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ നോക്കണമെന്ന് പറഞ്ഞു. ഒരുത്തി പോയാലോ അതുപോലെ തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ അധികം വൈകാതെ നടക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നയന് ദേവേനെ വിളിക്കുന്നുണ്ട്. ദേവേനെ വിളിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞു, എന്തു സംഭവിച്ചെന്ന് അറിയത്തില്ല മോളെ. നവ്യ വന്നിട്ട് ഞങ്ങളോടൊക്കെ ദേഷ്യപ്പെട്ടു. ഈ സമയത്ത് നയന കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെയാ നവ്യേച്ചി ഞങ്ങളുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ടെ. നവ്യേച്ചിക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അബിയുടെ കുഞ്ഞല്ലെന്ന് ഒന്നെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചു കാണും, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് കിടന്ന് ആരോ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രുക്കൾ ആരോ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ദേവേനെ പറഞ്ഞു, എനിക്കും അത് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ നവ്യ ഇനി DNA ടെസ്റ്റ് നടത്താൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വന്നേനും. പക്ഷെ അതിനൊന്നും അവൾ മുതിർന്നിട്ടില്ലാന്ന് തോന്നേ. അല്ലാതെ തന്നെ അവളെ ആരൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അബിയോ അല്ലെങ്കിൽ അബിയുടെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ അവർ നിയോഗിച്ച ആരെങ്കിലും ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നയന പറഞ്ഞു, അത് ശരിയാമേ, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. സാരമില്ല, ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് പോട്ടെ, ഒരു സമാധാനം ഉണ്ടല്ലോ. അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും അതന്നെ ഒരു സമാധാനം. തൽക്കാലത്തേക്ക് കടുങ്ങുകയൊന്നും ചെയ്തില്ലല്ലോ. എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ നമ്മൾ എന്ത് ചെയ്തേനും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് നയന പറഞ്ഞു, അത് ശരിയാ, എൻ്റെ അമ്മ കാണിച്ചൊരു ബുദ്ധിമോശമാണ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ. ഒരു പക്ഷേങ്കിൽ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അഭി ജീവനോടെ പോലും കാണത്തില്ലായിരുന്നു പറഞ്ഞു. ഇതേ സമയത്ത് കനകയാണെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോഴത്തേനും ഗോവിന്ദൻ വന്നിട്ട് ചോദിച്ചു, എന്താ കനകയെന്ന് ചോദിച്ചു. അല്ല, നവ്യ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഗോവിന്ദേട്ടനും കേട്ടതല്ലേ. അവൾക്കിത് എന്തു പറ്റിയെന്ന് എനിക്കറിയില്ലാത്തെ. കനകെ, നീ സമാധാനിക്കുമല്ലേ ചെയ്യണ്ടേ. അവള് സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടില്ലായിരുന്നോ. എന്നാലും അവൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ ഗോവിന്ദേട്ട. നന്ദുവിനെ കൊണ്ടും നയനെ കൊണ്ടും എനിക്ക് ഇന്നുവരെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതങ്ങനെയല്ല, അറിയാലോ. എത്ര പറഞ്ഞു കൊടുത്താലും അവളുടെ തലയിലേക്ക് കയറത്തില്ല. അബിയെപ്പോലൊരു കള്ളനെയാണ് ഇപ്പോഴും അവള് തലയിൽ ചുമന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ വേദനകളും വിഷമങ്ങളും ഒക്കെ പറയുന്നുണ്ട്.
കനക ഗോവിന്ദൻ പറഞ്ഞ് സാരമില്ല പോട്ടെ, എന്തെങ്കിലും ഒരു കാലത്ത് അവൾക്ക് തിരിച്ചറിവുണ്ടാകുന്ന സമയത്ത് അവൾ മനസ്സിലാക്കിയാൽ മതി, പിന്നെ മനസ്സിലാക്കാതിരിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോഴേക്കും കനക പറഞ്ഞു അതുകൊണ്ട് വല്ലത് വായോ, ഇപ്പോഴും ആദർശിന്റെ കുഞ്ഞാന്നെല്ലാം പറഞ്ഞല്ലേ ഇരിക്കുന്നേ, അത് തിരുത്തണ്ടേ ഗോവിന്ദേട്ടാ. അതെ, തൽക്കാലത്തേക്ക് നീ തിരുത്താനൊന്നും പോണ്ട. ഇനിയിപ്പോൾ അതിനു വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നാണം കെട്ടതായിട്ട് വരും. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും അവൾ വിശ്വസിക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ കനക പറഞ്ഞു ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം അവൾ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമായിരിക്കും. ഈ സമയത്ത് അവൾ സന്തോഷിക്കുന്നതിന് ഇരട്ടിയായിട്ട് അവൾ കരയേണ്ടി വരും. അതങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ട അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചേ. പക്ഷെ എന്ത് ചെയ്യാനാ, അവളിപ്പോൾ ശത്രുക്കളായിട്ടല്ലേ നമ്മളെയൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.